ഈ ഗംഗാവാലി പുഴയിൽ അർജുൻ കാണാതായിട്ട് ഇന്നത്തേക്ക് ഒരു മാസം തികയുകയാണ്. പക്ഷേ ഇന്ന് ഇടക്കാലത്ത് തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പക്ഷേ തെരച്ചിൽ പുനരാരംഭിച്ചു. ഇന്ന് വലിയ പ്രതീക്ഷയുള്ള ദിവസം തന്നെയാണ്. അനുകൂലമായ കാലാവസ്ഥയാണ്. ഒപ്പം തന്നെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി അഞ്ജു എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇന്ന് തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇന്നലെ ജാക്കി ലിവർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ 8:30 കൂടി തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചിലതിലൊക്കെ കാണുന്നത് 10 മണിയാവും. എന്താണെങ്കിലും കുറച്ചും കൂടി സംഘങ്ങളെല്ലാവരും എത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ തിരച്ചിൽ തുടങ്ങുന്നു. അവിടുന്ന് MLA നമുക്ക് നേരത്തെ ലൈവിൽ ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കും. MLA സതീഷ് തേയിലായിട്ട് സംസാരിച്ചു. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് നേവിയുടെ കുറച്ച് ഡൈവിംഗ് ടീമും കൂടി എത്തിയിട്ട് NDRF SDRF ഉള്ള സംഘങ്ങളെല്ലാവരും എത്തിയിട്ട് നല്ല രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഈ ജാക്കി ലിവർ ഇന്നലെ കണ്ടെത്തിയല്ലോ, അത് അർജുൻ്റെ വണ്ടിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മനാഫുമായിട്ട് സംസാരിച്ചിരുന്നു. അത് അക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വ്യക്തത? അതിനെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. അത് ഭാരത് ബെൻസിൻ്റെ അല്ല, അത് അവർ പിന്നീട് അല്ലാതെ വാങ്ങിച്ചു വെച്ചതാണെന്നുള്ള രീതിയിലാണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഇൻഫോർമേഷൻ ഇല്ല. ഈ നേവി എത്തുമെന്ന് പ്രതീക്ഷ, പക്ഷേ ഇന്നലെ വന്നില്ല. ഇന്ന് വരുമെന്ന് അങ്ങനെ പ്രതീക്ഷ ഉണ്ടോ? ഇനിയിപ്പോൾ എല്ലാവരും സംഭവ സ്ഥലത്ത് വന്നാൽ തന്നെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നുള്ളൂ. കാരണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ രീതിയിലാണ് ഇതാക്കുന്നത്. ഇന്നലെ എത്തും എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പിന്നെ ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് അവിടുത്തെ കലക്ടർ വിളിച്ചപ്പം ഇന്ന് രാവിലത്തേക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷേ സതീഷ് സെയിൽ സാർ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്, അവരും എത്തുന്നുള്ളത്. അതിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നുണ്ട്. കാലാവസ്ഥ ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ നല്ല കാലാവസ്ഥയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷേ ഇന്നലെ രാത്രി ഒരു ചാറ്റൽ മഴ ഉണ്ട്. നമ്മളെ ഒരു വിഷമത്തിലാക്കുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പം നിലവിൽ അവിടെ യാതൊരു മാറ്റങ്ങളും ഇല്ല. ആ ഒഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും അതായത് നമ്മൾ ഈ 30 ദിവസത്തെ ഇത്രയും ദിവസത്തെ ഒരു കാത്തിരിപ്പിന് എന്തായാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്നുള്ള അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ അവിടുത്തെ സതീശയിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ നിന്ന് എത്തിക്കാമെന്ന് പറഞ്ഞു, എത്തിയില്ല എന്നൊക്കെ. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ഡ്രഡ്ജിങ്ങിൻ്റെ സാധ്യതയെ പറ്റിയിട്ട്, അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഡ്രഡ്ജിങ് അവിടെ പോയിട്ട് എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്കും അറിയില്ല. വിദഗ്ധരാണ്, അവർ റിപ്പോർട്ട് നൽകിയ പ്രകാരം പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞത്. 4 നോട്ടിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു പറഞ്ഞത്. 4 നോട്ടിൽ താഴെയാണെങ്കിൽ അത് അവിടെ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ 2 നോട്ടായി. പക്ഷേ അവർ മറ്റു പല കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് അതിനെക്കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ള രീതിയിലാണ്. ഇത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇത്രയും വലിയ മരങ്ങളും പാറ കഷ്ണങ്ങളും അതൊക്കെ നീക്കം ചെയ്യാൻ മാത്രമുള്ള ഒരു പറ്റിയ ഡ്രഡ്ജിങ് മെഷീൻ അല്ല. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് വേണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞത്. ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്ത്? എവിടുന്ന? കേരളത്തിൽ അങ്ങനെ പറയുന്നില്ല. നമുക്കുള്ള ഒരു ഓപ്ഷൻ ഇതായിരുന്നു. ഇനി നോക്കാം. അവിടെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടം എന്തെങ്കിലും തയ്യാറാക്കുമോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായും ആ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. കാരണം നിലവിലെ സാഹചര്യം അത് ഏറെക്കുറെ അനുകൂലമായി, കാലാവസ്ഥ അനുകൂലമായി വന്നിട്ടുണ്ട്, ഒഴുക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. ഈ അനുകൂലമായ സാഹചര്യം ഉപയോഗിച്ച് അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ പുഴയിൽ നിന്നും അവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ 30-ാം നാൾ കുടുംബമുള്ളത്.